അപ്പോൾ നമ്മൾ SCERTയുടെ 2-3 ചാപ്റ്ററുകൾ ഇപ്പോൾ നോക്കിയില്ലേ. 5th ക്ലാസ്സിലെ 2-3 ചാപ്റ്ററൊക്കെ നമുക്ക് നോക്കി. ജോഗ്രഫി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ 5th SCERT വരുന്നത് ഈ ഒരു ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ തീരും. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോവാം. വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ആദ്യം തന്നെ ഇതിലൊരു യാത്രാ വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നാണ് രാത്രിയിലെ ആകാശ കാഴ്ചനെ പറ്റിയിട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട പോയിന്റിലേക്ക് ആദ്യം കിടക്കാം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണുന്നില്ലേ? എന്തുകൊണ്ട്? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ, നക്ഷത്രങ്ങൾ ചെറുതായിട്ട് കാണപ്പെടാൻ കാരണം അത് വളരെ അകലെ ഭൂമിയിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായിട്ടുള്ള ആകാശഗോളങ്ങളെയാണ് നമ്മൾ നക്ഷത്രങ്ങളെന്ന് വിളിക്കുന്നത്. കൂടാതെ ഇവയിൽ വലിയ തോതിലെ താപവും പ്രകാശവും പുറത്തുവിടുന്നു. അപ്പം അങ്ങനെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളെ നമ്മൾ ഗാലക്സികൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്? എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായിട്ടുള്ള ദിശവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മൾ അപവർത്തനമൊക്കെ ഫിസിക്സ് പഠിച്ചിട്ടില്ലേ? അതായത് നക്ഷത്രത്തിൽ നിന്ന് പ്രകാശം വരുമ്പോൾ ഈ വാതകങ്ങളുടെയൊക്കെ ആ ഒരു സാന്ദ്രത വ്യത്യാസം കൊണ്ട് ഈ പ്രകാശം വ്യത്യസ്ത രീതിയിൽ ദിശവ്യതിയാനത്തിന് വിധേയമായിട്ട് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആ നക്ഷത്രം അനങ്ങുന്നത് പോലെ അല്ലെങ്കിൽ മിന്നുന്നത് പോലെ നമുക്ക് തോന്നും. ഇനി സൂര്യനെ കേന്ദ്രമാക്കി ചില ആകാശഗോളങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂര്യനും ഈ ആകാശഗോളങ്ങളുമാണ് ഈ ചിത്രത്തിൽ കാണപ്പെടുന്നത് എന്ന് നോക്കാം നമുക്ക്. സൂര്യന് ചുറ്റും ബുധൻ, ശുക്രൻ, ഭൂമിയുടെ സൈഡിൽ ചന്ദ്രൻ, ചൊവ്വ, ക്ഷുദ്രഗ്രഹങ്ങൾ ഈ സൈഡിൽ. അപ്പുറത്തെ സൈഡിൽ നമുക്ക് വ്യാഴം, ശനി, വാൽനക്ഷത്രം, യുറാനസ്, നെപ്റ്റ്യൂൺ, കുള്ളൻ ഗ്രഹങ്ങൾ. ഇതെല്ലാമായിട്ട് ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ആകാശഗോളങ്ങളെയാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ചിത്രത്തിൽ സൂര്യനെ കൂടാതെ മറ്റേതെല്ലാം ആകാശഗോളങ്ങൾ കാണപ്പെടുന്നു നമ്മളിപ്പോൾ കണ്ടു. ഇനി ഭൂമി ഒരു ഗ്രഹമാണ്. എന്താണ് ഗ്രഹം എന്ന് പറയുന്നത്? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്കും ചൂടും പ്രകാശവും ഒക്കെ ലഭിക്കുന്നത്. സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണെന്ന് ചൂടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന, സ്വയം ചൂട് പ്രകാശമോ പുറപ്പെടുവിക്കാൻ കഴിയാത്ത, സൂര്യനിൽ നിന്ന് ചൂടും പ്രകാശവും ലഭിക്കുന്ന ആകാശഗോളങ്ങൾ നമുക്ക് എന്ത് പറയാം? ഗ്രഹം എന്ന് പറയാം. ഇനി ഇതിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. ഇനി ശുക്രൻ എന്താ? പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ഭൂമി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം. ചൊവ്വ ചുവന്ന ഗ്രഹം. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹം. ശനി വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം. യുറാനസ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. അതൊക്കെയാണ് ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രഹങ്ങളെ കൂടാതെ കുള്ളൻ ഗ്രഹങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും നമ്മൾ ആ ചിത്രത്തിൽ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം.
സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ടല്ലോ. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അദ്ദേഹം ഒരു പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ കോപ്പർനിക്കസ് ആണ് സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്ന് ആദ്യമായി പറഞ്ഞത്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയെയാണ് നമ്മൾ ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിൽക്കി വേ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയെ നമ്മൾ ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്ന് പറയുന്നു. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടാനുകോടി ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് നമ്മൾ ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്ന് പറയുന്നത്. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി വാൽ നക്ഷത്രങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു വാൽ നക്ഷത്രം, ക്ഷുദ്രഗ്രഹം, പിന്നെ കുള്ളൻ ഗ്രഹങ്ങൾ, ഇതൊക്കെ എന്താണെന്നൊക്കെ നോക്കാം. ആദ്യം വാൽ നക്ഷത്രം. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ, അല്ലെങ്കിൽ നമ്മളതിനെ കോമറ്റ്സ് എന്ന് പറയും. പാറ, പൊടി, ഹിമം എന്നിവയെല്ലാം ചേർന്നാണ് വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അപ്പോൾ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ധൂമകേതുക്കൾ അഥവാ കോമറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, വാൽ നക്ഷത്രങ്ങൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് നമ്മുടെ വാൽ നക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. പിന്നെ സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാല് സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ഇനി ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ഇത് പൊതുവെ കാണപ്പെടുന്നത്. ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ആസ്റ്ററോയിഡ് എന്ന് പറയും. ക്ഷുദ്രഗ്രഹങ്ങൾ അഥവാ ആസ്ട്രോയിഡ് നമ്മുടെ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് അത് കാണപ്പെടുന്നത്. ഇനി കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്നതും ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുമുള്ള വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ അഥവാ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്ലൂട്ടോ ഒക്കെ ഒരു കാലഘട്ടം വരെയും നമ്മുടെ ഗ്രഹങ്ങളുടെ കൺസെപ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അതിൻ്റെ വലിപ്പം കുറഞ്ഞ് എന്ന് കണ്ടെത്തിയതോടുകൂടി അതിനെ കുള്ളൻ ഗ്രഹത്തിൻ്റെ പട്ടത്തിലേക്ക് മാറ്റി. അപ്പോൾ എന്തൊക്കെയാണ്? വാൽ നക്ഷത്രം, ക്ഷുദ്രഗ്രഹം, പിന്നെ കുള്ളൻ ഗ്രഹം. ഇനി ഉൽക്കകൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ, അല്ലെങ്കിൽ മീറ്ററോയിഡ്. രാത്രി സമയങ്ങളിൽ ഇവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായിട്ട് ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവയെ കൊള്ളിമീനുകൾ എന്ന് പറയപ്പെടുന്നു. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ഷുദ്രഗ്രഹം എന്തുവാ? ചൊവ്വയ്ക്കും വ്യാഴത്തിനിടയിൽ കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങൾ. അതിനത് ഗോളാകൃതി ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്ന് പൊട്ടിത്തെറിച്ചൊക്കെ വരുന്ന ശിലാകഷ്ണങ്ങളെ അതിവേഗത്തിലേക്ക് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് പറയാം. ഈ രാത്രി സമയങ്ങളിൽ ഇവ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന തീപ്പൊരികളായിട്ട് ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇത് കത്തിത്തീരുന്നു. പ്രാദേശികമായിട്ട് ഇതിനെ കൊള്ളിമീനുകളെന്ന് പറയുന്നു. ഇനി ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇനി നക്ഷത്രമാസം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടിവരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം, അല്ലെങ്കിൽ സിഡേറിയൽ മന്ത് എന്ന് പറയും. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടിവരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം. ഇനി സൂര്യന് ചുറ്റും ആ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആകാശഗോളങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഭ്രമണപഥമുണ്ട്.
ഈ ഭ്രമണപഥത്തിന് നമ്മൾ ഓർബിറ്റ് എന്ന് പറയും. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതിനോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. ഇനി നമ്മുടെ ഭൂമി. ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള സുനിത വില്യംസ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് വായിക്കൂ. ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനലിലൂടെ മണിക്കൂറോളം ഞങ്ങൾക്കത് കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. സുനിത വില്യംസ് ഇപ്പോൾ CAയിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. അത് നമുക്ക് CA ഫാക്ട്സ് നോക്കാൻ പറ്റുമെങ്കിൽ നമുക്കതൊരു ക്ലാസ്സായിട്ട് നമുക്ക് നോക്കാവേ. അപ്പോൾ സുനിത വില്യംസ് അവർ അവിടെ കൂടെ കണ്ടത് ഏതിൽ കൂടെ? നമ്മുടെ ബഹിരാകാശ നിലയത്തിൻ്റെ ജനലിലൂടെ കണ്ട കാഴ്ചയെ പറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് അപ്പോൾ ഈ ബഹിരാകാശം? ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് നമ്മൾ ബഹിരാകാശം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായിട്ടും പര്യവേഷണത്തിനുമായിട്ടും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. അപ്പം അങ്ങനെ അയച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സുനിത വില്യംസ്. അപ്പോൾ ബഹിരാകാശം എന്ന് പറഞ്ഞാൽ ഒരു ഗോളം. ഇപ്പം നമ്മുടെ ഭൂമി തന്നെ എടുത്താൽ ഭൂമിക്ക് അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷ പരിധിക്ക് അപ്പുറം കാണപ്പെടുന്ന മേഖലയെ നമ്മൾ ബഹിരാകാശം എന്ന് പറയുന്നു. സൗരയുധത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യ രേഖാഭാഗം ചെറുതായി വീർത്തതുമായിട്ടുള്ള ഒരു ഗോളാകൃതിയാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഈ ഒരു ആകൃതി നമ്മൾ ജിയോയിഡ് എന്നാണ് പറയുന്നത്. ജിയോയിഡ് എന്ന വാക്കിനർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖ ചെറുതായിട്ട് വീർത്തതുമായിട്ടുള്ള ഗോളാകൃതി. ഭാരതീയ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നു. പിൽക്കാലത്ത് മഗലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഇതൊക്കെ നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളിൽ ഭൂമി ഒരു നീലഗോളമായിട്ടാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ മാതൃകയായിട്ടുള്ള ഗ്ലോബിൽ എന്തുകൊണ്ടാണ് നീല നിറം കൊടുക്കുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം നീല നിറമായിട്ട് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഭൂമി ഒരു നീലഗോളമായിട്ട് കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിന് അന്തരീക്ഷം നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. ഇതിലൊരു പോയിന്റ് ഉണ്ട്. ഭൂമിയെ പൊതിഞ്ഞ അന്തരീക്ഷം നിലനിൽക്കാൻ കാരണം അതെന്താ അന്തരീക്ഷം വിട്ടുപോകാതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ആകർഷണ ബലമൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇനി ഭൂമിയുടെ ചലനങ്ങൾ. ഇതിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അച്ഛാ, ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ. ഉറങ്ങാനുള്ള പുറപ്പാടാണ്. മോന് സുഖമല്ലേ? ഞങ്ങളിവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ഇതെന്ന് നമുക്ക് എന്ത് വ്യത്യാസമാകാം? അല്ല, എന്ത് വ്യത്യാസമാക്കാം, എന്ത് മനസ്സിലാക്കാം? കാനഡയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇന്ത്യയിലെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഇതിൽ കൊടുത്തേക്കണം. എന്തുകൊണ്ടായിരിക്കും രണ്ട് സ്ഥലങ്ങളിൽ ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയുമായിട്ടിരിക്കുന്നത്? ഭൂമിക്ക് ഗോളാകൃതിയായതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റ് പകുതിയിൽ ആ സമയം ഇരുട്ടായിരിക്കും. ഭൂമി സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയുമായിരിക്കും അനുഭവപ്പെടുക. ഇത്തരത്തിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നതാണ് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് അത് സംഭവിക്കുന്നത്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിന് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നു. ഇനി ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്.
പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം. നമ്മൾ 24 മണിക്കൂർ എന്ന് പറയുന്നത് റൗണ്ടാക്കി പറയുന്നതാണ്. ഏകദേശം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനി ഭ്രമണം ചെയ്യുന്നതിനോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപാതയിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണത്തിന് ഫലമായിട്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഋതുക്കൾ അനുഭവപ്പെടുന്നത്. പിന്നെ ഇവിടെ കൊടുത്താക്കണം വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന്. വേനൽക്കാലത്ത് എന്താ, ഇപ്പം നമ്മൾ വേനൽക്കാലത്തല്ലേ ജലാശയങ്ങൾ വറ്റുന്നു, നല്ല ചൂട് കാലാവസ്ഥയായിരിക്കും. പിന്നെന്താ, പുഷ്പങ്ങളൊക്കെ പുഷ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പിന്നെ മഴക്കാലം എന്ന് പറഞ്ഞാൽ പുഴകളൊക്കെ നിറഞ്ഞൊഴുകുന്നു, എങ്ങും ചെളിമയോ ആയിരിക്കും. പിന്നെ നല്ല തണുപ്പൊക്കെ ആയിരിക്കും. ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയാണ് മഞ്ഞുകാലത്തിൻ്റെ പ്രത്യേകത. അതും നല്ല തണുപ്പൊക്കെ ആയിരിക്കും. പിന്നെ ഒരു ഹ്യൂമിഡിറ്റിയൊക്കെ കൂടുതലായിരിക്കും മഞ്ഞുകാലത്ത്. ഇനി കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിന് ഏറ്റക്കുറച്ചിലുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങളുണ്ടാകുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ് ഭ്രമണം. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നത് ഭ്രമണം. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? രാവും പകലും ഉണ്ടാവും. പരിക്രമണം ഭൂമി സൂര്യനെ ചുറ്റുന്ന ആ ഒരു ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ഋതുക്കൾ ഉണ്ടാവുന്നു. ഇനി ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. ഒരു പേപ്പർ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അണ്ടർ 17 ക്രിക്കറ്റ് മഴ മൂലം ഫൈനൽ ഉപേക്ഷിച്ചു. ഇന്നലെ നടത്താനിരുന്ന അണ്ടർ 17 ക്രിക്കറ്റ് ഫൈനൽ മത്സരം പെട്ടെന്നുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതിന് ഈ ക്രിക്കറ്റ് ഉപേക്ഷിക്കാൻ കാരണമായ സാഹചര്യം എന്താണ്? മഴ കാരണമാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ചിലപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മുടെ ദിനാന്തരീക്ഷ സ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം മൂലമാണ്. അപ്പോൾ എന്താണ് ഈ ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്ത്, അതായത് ചെറിയൊരു സമയത്തേക്ക് ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൻ്റെ അവസ്ഥേനെ നമ്മൾ വെതർ അഥവാ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നു. ഇനി നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിൽ ഈർപ്പം, ചൂട്, കാറ്റ്, മഴ, ഈ മേഘം ഇതൊക്കെയാണ് നമ്മുടെ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നത്. നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഇപ്പോൾ കറൻ്റ്ലി എത്രയാണ് നമ്മുടെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഇനി മഴയുണ്ടോ എന്നൊക്കെ ഓരോ ടൈമിൽ ഇങ്ങനെ കൊടുക്കൂലേ, അതാണ് നമ്മൾ വെതർ എന്ന് പറയാം. അപ്പോൾ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ ദീർഘകാലമായിട്ടൊരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മഴക്കാലം, വേനൽക്കാലം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ മുന്നറിയിപ്പാണ്. ചൂട് കൂടുന്നു, സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ഹിമാചലിൽ മഞ്ഞുവീഴ്ച, ഒരാഴ്ച സ്കൂളുകൾക്ക് അവധി, കനത്ത മഴ, 5 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട്, ശക്തമായ കാറ്റിന് സാധ്യത, മത്സ്യത്തൊഴിലാളികൾ കടൽ പോകരുത് മുന്നറിയിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ എസ് കെ പൊറ്റക്കാട് പുള്ളിയുടെ ഒരു ബുക്കിൽ പാതിര സൂര്യൻ്റെ നാട്ടിൽ എഴുതിയിരുന്ന മഞ്ഞുമൂടിയ പ്രദേശങ്ങളെ ജനജീവിതങ്ങളെ പറ്റിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വെറുതെ വായിച്ചു നോക്കാം. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിൻ്റർ സ്പോർട്സുകളുടെ ബഹളങ്ങളായിരിക്കും ഓരോ മൂലയിലും. വർഷത്തിൽ അധികകാലവും മഞ്ഞുമൂടി കിടക്കുന്നത് കൊണ്ട്
റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവുമുണ്ട്. ലാത്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കായ പറഞ്ഞു. അന്ന് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാവും. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്തുത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂറുണ്ടാവും. നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിൻ്റെ ദാവള്യവും ആകാശത്തിൻ്റെ വെളിച്ചവും കൂടി കലർന്ന് നേരിയ നിലാവ് പരന്ന പോലെ തോന്നും. അപ്പം എന്താണ് ഈ പാതിരാസൂര്യൻ്റെ നാട്? പുള്ളിയുടെ ഒരു ബുക്കാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അപ്പോൾ പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ പാതിരാസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ അധികവും മഞ്ഞുമൂടി കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പം ഇങ്ങനെ മഞ്ഞുമൂടി കിടക്കുന്ന ജനവാസം കുറഞ്ഞൊരു മേഖലയായിരിക്കും. അപ്പോൾ അവിടെയുള്ളവരുടെ ജീവിതം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. തൂവൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായിട്ടുള്ള പാദരക്ഷകളും രോമനിർമ്മിതവുമായിട്ടുള്ള വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇന്യൂട്ട് എന്ന് പറയും. വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകൾ, നമ്മൾ ഈ എന്താ പറയുക, സാന്താക്ലോസിൻ്റെ ഇത് കണ്ടിട്ടില്ലേ, ആ വണ്ടി, അതേപോലത്തെ സംഭവത്തിനാണ് ഈ സ്ലെഡ്ജുകൾ എന്ന് പറയുക. അതിൽ റെയിൻഡിയറൊക്കെയാണ് വലിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ നായയുടെ ഫോട്ടോ ഒക്കെയാണ് കൊടുത്താക്കുന്നത്. ഓക്കെ, അപ്പോൾ വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളാണ് ഇതിലിവർ സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരെ നമ്മൾ വിളിക്കുന്നത് ഇന്യൂട്ട്. ഓക്കെ, 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ജീവിക്കുന്ന ആ ഒരു വാസസ്ഥലത്ത് നമ്മൾ ഇഗ്ലു എന്ന് പറയും. ആ സമയത്ത് അവർ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയാണ് ഇവയുടെ ജന്തുവർഗ്ഗങ്ങൾ. അപ്പോൾ വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ഇവരുടെ ഉപജീവന മാർഗം. അപ്പോൾ ഇഗ്ലു എന്താണ്? ഇന്യൂട്ട് അല്ലെങ്കിൽ എക്സ്കിമോകളുടെ അവർ ജീവിക്കുന്ന ആ ഒരു വീടിനെയാണ് നമ്മൾ എന്താ പറയുക, മഞ്ഞുകട്ടകൾ കൊണ്ടുണ്ടാക്കുന്ന ആ വീടിനെയാണ് നമ്മൾ ഇഗ്ലു എന്ന് പറയുന്നത്. ഇനി മരുഭൂമിനെ കുറിച്ച്. ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഇവിടുത്തെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണ മരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണ് ഉള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമിയുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രങ്ങളും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതയാണ്. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകത്തിന് ഉപയോഗിക്കുന്നതും ഇവിടുത്തെ കാഴ്ചയാണ്. മരുഭൂമി എന്ന് പറയുന്നത് ശീത മരുഭൂമി, ഉഷ്ണ മരുഭൂമി എന്ന് പറഞ്ഞ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന ഉഷ്ണ മരുഭൂമിയെ പറ്റിയിട്ടാണ്. അതായത് ഇവിടെ ചൂട് കൂടുതലായിരിക്കും, മഴ കുറവായിരിക്കും. ഇനി കാലാവസ്ഥാ വ്യതിയാനം. ഇതിൽ 2029 ഒക്ടോബർ 30 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ചിട്ട് കെനയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായിട്ടുള്ള എലിസബത്ത് വറ്റി ലോക നേതാക്കളോട് നടത്തിയ ഒരു അഭ്യർത്ഥനയാണ് ഇതിൽ കൊടുത്താക്കണം. നമുക്കത് വായിച്ചു നോക്കാം. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥ മാറ്റത്തിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വളർച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട് 3-ാം വർഷവും അങ്ങനെ തന്നെയാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു.
നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി. മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതെയാവും. ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങളുടെ മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കൂ. ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ ഒരു സങ്കീർണ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തിൻ്റെ അന്തരീക്ഷ സ്ഥിതി. അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. ഇത് കുറേ കാലാവസ്ഥ വ്യതിയാനങ്ങളെ പറ്റി കിട്ടുക. അതായത് വരൾച്ച, കാട്ടുതീ, സുനാമി, പിന്നെ വെള്ളപ്പൊക്കം, മലയിടിച്ചിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കാലാവസ്ഥ വ്യതിയാനം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. ആഗോള താപനില ഉയരുന്നു. സമുദ്രനിരപ്പിൽ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൾ. ഇതിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്താക്കുന്നത്. വാഹനങ്ങളുടെ പുക, മരം വെട്ടൽ, പ്ലാസ്റ്റിക് കത്തിക്കൽ, ഫാക്ടറിയിൽ നിന്നുള്ള പുക, പിന്നെ അനിയന്ത്രിതമായിട്ടുള്ള കീടനാശിനി വളപ്രയോഗമൊക്കെ. ഇനി ഇതിൻ്റെ സംരക്ഷണത്തിനായിട്ട് കൊണ്ടുവന്ന ഒരു ഇതാണ് ഹരിത കേരളം മിഷൻ. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരളം മിഷൻ്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളുണ്ട്. ഇതിലൊരു ചെറിയ കാര്യം കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരുവേ. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക, വനനശീകരണം തടയുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജൈവവള ഉപയോഗം വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് നമുക്ക് കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. കുറച്ച് നമ്മൾ സ്കൈയിലെ കാര്യങ്ങളും കുറച്ച് നമ്മൾ മണ്ണിലെ കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അടുത്ത SRT ചാപ്റ്ററായിട്ട് വരാം. അത് നമ്മൾ 6th ആയിരിക്കും ഇനി ജോഗ്രഫിയിൽ കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കുറവോ കുറ്റമോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കണം. എന്നാലേ എനിക്ക് ഭേദപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഓൾ.